ഇന്നത്തെ വീഡിയോ കൊല്ലം ടു മലപ്പുറത്തേക്ക് ഒരു ട്രെയിൻ യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു കുട്ടി മിനി വ്ളോഗാണ്. അപ്പോൾ രാത്രിയിൽ 9:30 ആയിട്ടുണ്ടാവും. അപ്പോൾ രാത്രിത്തെ ഫുഡ് വാങ്ങിക്കാനായിട്ട് നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ സൈഡിലായിട്ട് ഒരു ഷവർമ്മയുടെ ഇതേണക്കൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഷവർമ്മ വാങ്ങിച്ചത്. രാത്രി സമയമുണ്ട് ഓവറായിട്ട് ഹെവി ഫുഡ് നമ്മൾ കഴിക്കാറില്ല. അപ്പം ഇതുപോലത്തെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ നമ്മൾ 2 ഷവർമ്മ വാങ്ങിച്ചു. ട്രെയിനിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2 മാസം കൂടുമ്പോഴൊക്കെ മലപ്പുറം പോകാറുണ്ട്. മലപ്പുറം അങ്ങാടിപ്പുറം പുഴക്കാട്ടിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയും ചേച്ചിയും അവിടെയാണ്. ചേച്ചി അവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പം 3 വർഷം എന്തായാലും അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഏകദേശം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് സെക്ഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വരേണ്ടതെന്ന് നമ്മളോട് പറയണം. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പണികൾ അത്യാവശ്യം നന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഗെറ്റപ്പ് എന്തായിരിക്കും എന്നറിയാൻ നല്ല ആങ്സൈറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് വഴി നമ്മൾ താഴേക്ക് 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ പോവുകയാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതേണക്ക് പോയിട്ടുണ്ടെങ്കിലും ഹസ്ബൻഡിനാണ് പറഞ്ഞത് ഒരു വ്ളോഗായിട്ട് എടുത്തോ കുഴപ്പമില്ല എന്ന്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മളല്ലാതെ അങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒന്നും അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഏത് കോച്ച് പൊസിഷൻ ആണെന്നാണ് നോക്കുന്നത്. ഓൾറെഡി ഫോണിലുണ്ടെങ്കിൽ തന്നെയും അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് പൊസിഷൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അങ്ങനെ ജസ്റ്റ് ആസ് യൂഷ്വൽ ഇതിനകത്തെ കടകൾ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും കുറിക്കാൻ വേണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും അവിടെ ചെന്നിട്ട് ഒരു കുപ്പി വെള്ളം വാങ്ങിക്കാനാണ് ഹസ്ബൻഡ് പറഞ്ഞത്. പക്ഷേ ഞാനൊരു സ്നാക്സും കൂടെ എടുത്തപ്പോൾ പുള്ളിയുടെ മുഖമൊക്കെ ഒന്ന് മാറിപ്പോയി. കാര്യം അപ്പോൾ എന്നോട് ചോദിച്ചതാണ്, ഷവർമ്മ വാങ്ങിച്ചല്ലോ, പിന്നെ എന്തിനാണ് ഇത് വാങ്ങിച്ചത്? ഞാൻ പറഞ്ഞു അതുകൊണ്ട് എനിക്കാവില്ലല്ലോ, എനിക്കിങ്ങനെ കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കണം എന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ്. അപ്പം പുള്ളി ഫോണിൽ എവിടെ എത്തി എന്നുള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ എവിടെ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജസ്റ്റ് ഞാൻ പറയാണ് തമ്പ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ പുള്ളിക്ക് ശരിക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻട്രോവേർട്ടാണ് ആൾ. അപ്പം ജസ്റ്റ് പാവം ഇതിങ്ങനത്തെ വ്ളോഗോ അങ്ങനത്തെ വീഡിയോസിലൊന്നും പുള്ളി അങ്ങനെ വരാറില്ല, പൊതുവേ കുറവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് താമസിച്ചിട്ടാണ് ട്രെയിൻ എത്തിയത്. 9:55 വരേണ്ട ട്രെയിൻ 10:10 എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നിന്നപ്പോൾ 9:45 ട്രെയിൻ ഉണ്ട്, അതായത് 9:45 ട്രെയിൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പാസ് ചെയ്ത് പോയി. ഇതിൻ്റെ തൊട്ട് പുറകെയാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ട്രെയിൻ വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് രാത്രിയിലുള്ള ട്രെയിൻ യാത്ര ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ പുറത്തുള്ള കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ എപ്പോൾ വരുമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറേ ടൈമായി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ താണ്ടെ വന്നിരിക്കുകയാണ്. രാജ്യറാണി എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിനിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നേരെ ചെന്ന് കിടന്നുറങ്ങുകയാണ്. കാര്യം ചെന്ന് കഴിഞ്ഞിട്ട് ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ 4 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ അങ്ങാടിപ്പുറം എത്തുന്നത്. അപ്പം നമുക്ക് പുറത്തെ കാഴ്ചകളൊന്നും നമ്മൾ ഇതുവരെ കൊല്ലം ടു മലപ്പുറം ഈ ഒരു ട്രെയിൻ ഈ ഒരു ടൈമിലേ ഉള്ളൂ. അപ്പം നമുക്ക് രാത്രി യാത്രകളിൽ പുറത്തൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട് കേട്ടോ. ബസ്സിൽ പോകണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് അപ്പറും മിഡിലുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കയറി കിടന്നുറങ്ങി. അപ്പം തന്നെ ഫുഡും കഴിച്ച് കിടന്നുറങ്ങി. അങ്ങനെ വെളുപ്പിനെ 4:45, 5 അടുപ്പിച്ച് നമ്മൾ അങ്ങാടിപ്പുറം എത്തിയിട്ടുണ്ട്. ശരിക്കും 4 മണിക്ക് എത്തേണ്ട ട്രെയിനായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഷൊർണൂർ കുറേ ടൈം പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അങ്ങാടിപ്പുറത്തെ റെയിൽവേ സ്റ്റേഷൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നോക്കിയാൽ ഒരു കുട്ടി റെയിൽവേ സ്റ്റേഷനാണ്. പണി തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ വരുമ്പോൾ ഇവിടെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ നമ്മൾ അങ്ങാടിപ്പുറം എത്തി. ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നേരെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം എൻ്റെ ഫോണിൻ്റെ ചാർജ് 2% ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അപ്പോഴത്തേക്കും ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.